പൊന്നെ കണ്ണനുണ്ണി, ഒരു കുഞ്ഞിന് വേണ്ടി അമ്മ എത്ര കാലമായി കാത്തിരിക്കണെന്നറിയോ? ചെയ്യാത്ത വഴിപാടില്ല, നേരാത്ത നേർച്ചയില്ല, അങ്ങനെ കിട്ടിയതല്ലേ തന്നെ എനിക്ക്. അമ്മ ഇനി എന്താ ചെയ്യുക? അമ്മയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെയായി മോനെ. നാട്ടുകാർ മുഴുവനും നമ്മളെ സഹായിച്ചു, കുടുംബങ്ങളൊക്കെ സഹായിച്ചു. അമ്മ ഇനി ആരോടാ ഈ സങ്കടം പറയാ? ദൈവത്തിനോടല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. മോനില്ലാത്ത ഈ ഭൂമിയിൽ അമ്മയ്ക്ക് ജീവിക്കാൻ കഴിയില്ല മോനെ. അമ്മ നിന്നോടൊപ്പം പോരുകയാണ്, നമുക്ക് ഒരുമിച്ച് പോവാം. മോനില്ലാതെ അമ്മ ഇനി ഒരു നിമിഷം പോലും ഇവിടെ ജീവിക്കൂല. ചികിത്സിക്കാൻ ഇനി ഒരു സ്ഥലങ്ങളും ഇല്ല, കൊണ്ടാവാനും ഒരു സ്ഥലങ്ങളില്ല, പോവാത്ത അമ്പലങ്ങളും ഇല്ല. അമ്മയ്ക്കും മോനും ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകാം, അത്രേ അമ്മയ്ക്ക് പറയാനുള്ളൂ. നമസ്കാരം, ഞാൻ ശോഭന വള്ളിക്കുന്ന്. നമസ്കാരം ശോഭജി. ശോഭജിന്റെ പഴയകാല നാടക അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കുന്ന. പഴയകാല നാടക അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല്, പഠിക്കുകയായിരുന്നു മാതാന്ത സ്കൂളിൽ 8ാം ക്ലാസ്സിൽ. ആ സമയത്താണ് നവജീവൻ ഗ്രന്ഥാലയത്തിൻ്റെ ഒരു നാടകത്തിലേക്ക് ഒരു പെൺകുട്ടീൻ്റെ വേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് വന്ന് ചോദിച്ചതാ. അപ്പം കലാരംഗത്തൊന്നും പരിചയമുള്ള ആരുമില്ല, എനിക്കോട്ട് അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. പഠിക്കാന്നുള്ളത് ഈ നാട്ടിൻപുറത്തുള്ളൊരു ജീവിതമല്ലേ. അപ്പം നിർബന്ധിച്ച് ഇവിടെ നവജീവനിൽ ഉണ്ണികൃഷ്ണേട്ടൻ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സോമേട്ടനൊക്കെ കൂടി പറഞ്ഞ് നിർബന്ധമായിട്ട് വരണം എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവർ വന്നപ്പം അകത്ത് കയറി വാതിലടച്ചു. ഞാൻ ഇല്ലയെന്ന് ഉറപ്പ് പറഞ്ഞതാ, എനിക്കറിയില്ല, എനിക്ക് അഭിനയിക്കാനേ അറിയില്ലായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു വാക്ക് കൊടുത്തതല്ലേ മോളെ. പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അരിയല്ലൂരാണ്, വർക്ക് ചെയ്യുന്ന നെല്ലേരി. അപ്പം അവർക്കൊന്നും ഒട്ടും താല്പര്യമില്ല, പെൺകുട്ടികളില്ലാതെ. ഞാനാണ് അച്ഛൻ്റെ മൂത്ത മകള്, 5 മക്കളാണ് ഞങ്ങൾ. അപ്പം പെൺകുട്ടികളൊക്കെ അന്ന് അത്രയൊന്നും ഇതുള്ള കാലങ്ങളൊന്നുമില്ല, അഭിനയിക്കാനൊന്നും കുഴപ്പമില്ല, പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു, മോളെ കുട്ടിയായിട്ടല്ലേ അഭിനയിക്കുന്നത്, ഈ ചെറുപ്പമല്ലേ, അതുകൊണ്ട് അഭിനയിച്ചു വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഉണ്ണിഷേട്ടനും കലാതമാഷൊക്കെ പറഞ്ഞപ്പം നിർബന്ധിച്ച് പിന്നെ എന്നെ അങ്ങനെ കൊണ്ടുപോയതാ നവജീവന്റെ കണ്ടം വെച്ച കൂട്ട് എന്നുള്ള നാടകത്തിലേക്ക്. അതിലൊരു സുബൈദ എന്നെറ്റിയാ തോന്നുന്നു, ഒരു 13കാരിൻ്റെ ഒരു വേഷം ചെയ്തത്. അത് നല്ല എന്താ വെച്ചാൽ അറിയാതെ പേടിയൊന്നും ഇല്ലാതെ അഭിനയിച്ചതുകൊണ്ട് സാവിത്രി ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, എൻ്റെ ചേച്ചി പങ്കജവല്ലി, ഒരുപാട് ഒരു രാജേട്ടൻ, അങ്ങനെ കുറേ ഉണ്ണിഷേട്ടൻ, ഒരുപാട് ആൾക്കാർ. ഇപ്പം കുറേ ആൾക്കാരൊന്നും ഇല്ല. അവരെ കൂടെ അഭിനയിച്ച് നല്ലൊരു പേര് കിട്ടിയെന്നാ പറയണത്. എന്താ വെച്ചാൽ ഏറ്റവും നന്നായി അഭിനയിച്ചു, നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ കുറേ നാടകങ്ങളിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നാറ്റീവ് സ്കൂളിൽ ഒരു ദേവകി ടീച്ചർ റിട്ടയർഡ് ആകുമ്പം ഒരു നാടകം, പിന്നെ നാടക മത്സരം വാസുമാഷ സുരേന്ദ്രേട്ടൻ എപ്പോഴും കളി വെക്കും, ഒരു ഭ്രൂണം എന്ന് പറഞ്ഞൊരു നാടകത്തിൽ അഭിനയിച്ചു. SLC കഴിഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇടതടവില്ലാണ് പിന്നെ ഒരു നടിയായി മാറി ഞാൻ അറിയാതെ. പിന്നെ ഒരു ദിവസം 2 നാടകം വരെ അഭിനയിച്ച കാലങ്ങളുണ്ട്, ഒരുപാട് നാടകങ്ങൾ. ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് എത്ര നാടകത്തിൽ അഭിനയിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. അതേ ഒരു ജോലിയായിട്ട് തന്നെ എല്ലാവരുടെ സ്നേഹവും എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു കേട്ടോ. എവിടെ ഞാൻ പോയാലും എനിക്ക് നല്ല താങ്ങും തണലും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു പ്രശ്നം ഇപ്പം എന്തെല്ലാം കേൾക്കണ് നമുക്ക്. എൻ്റെ ഏട്ടൻ ചിലപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ എന്നെ ഏട്ടൻ്റെ സ്നേഹിതന്മാരെ കൂടെ പറഞ്ഞയക്കാറുണ്ട്, എൻ്റെ അമ്മാവ് എന്നെ കൊണ്ടാക്കി തരാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് ഒരു എത്രയോ പറയാം, ഏട്ടൻ കല്യാണം കഴിക്കുന്ന വരെ ഞാൻ അമേച്ചർ നാടകങ്ങളിൽ മാത്രം അഭിനയിച്ച ഒരാളാണ്. നമ്മളെ കേരളത്തിൽ മൊത്തം പോയി എന്ന് തന്നെ പറയും. ഇവിടെയൊക്കെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, വള്ളിക്കുന്ന് തന്നെ നിറയെ ക്ലബ്ബുകളായിരുന്നു. ആ ക്ലബ്ബിലൊക്കെ ഞാൻ അവരെ മകളായിട്ടും അനിയത്തിയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ അഭിനയിച്ചു. നല്ലൊരു സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ, നിലനിർത്തി പോരുന്നുണ്ട് കുറേ ആളുകൾ. നിർത്തിയിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായി, അതുകൊണ്ട് ഇപ്പോൾ നാടകത്തിനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിപ്പോയി. ഒരു 25 വർഷത്തിന് മേലെ, 25 അല്ല, ഒരു 28 വർഷമായി ഉണ്ടാവും നാടകം നിർത്തിയിട്ട്. നാടകം നിർത്തിയിട്ട് 28 വർഷങ്ങളായി. ആയി. അത് നമ്മൾ 8ാം ക്ലാസ് പഠിക്കുമ്പം പിന്നെ ശോഭച്ചി ഇത്രയും നാടകങ്ങളിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റിയ ഒരു നല്ല അനുഭവത്തെ കുറിച്ചൊന്ന് പറയാം. ഓർത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒക്കെ നല്ല അനുഭവങ്ങളാ. എവിടെ പോയിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല,
എല്ലാവരും നമ്മുടെ ഒരു അനിയത്തിനെ പോലെ. ആ ശോഭയാണെങ്കിൽ വന്നോട്ടെ എന്ന് പറയുന്ന വീട്ടുകാരുണ്ടായിരുന്നു. തിരൂരേക്കൊക്കെ കൊണ്ട് കുറ്റിപ്പുറ ആ ഭാഗത്തേക്ക് പോയാൽ പിന്നെ ഒരു കുഞ്ഞുക്കൊക്കെ ഉണ്ട് ഗേറ്റിന്റെ അവിടെ. എന്താ ഇപ്പൊ ഉണ്ണിയേട്ടൻ പറഞ്ഞില്ലേ, ഉണ്ണിയേട്ടന്റെ കേപ്പുരം, അവിടുന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഒരു കുഞ്ഞുക്ക എന്നൊക്കെ പറയും. അവിടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, സൂരജ് ഒക്കെ ഉള്ള. അവിടെയൊക്കെ പറയുകയാണെങ്കിൽ ഉണ്ണിക്കാരന്റെ വീട്ടുകാർ ശോഭയാണെങ്കിൽ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ ആ വീട്ടിൽ സ്വാതന്ത്ര്യമാണ്. ഞാൻ ആ വീട്ടിൽ എല്ലാ വീട്ടിലും ഞാൻ താമസിക്കാറുണ്ട്. ഉണ്ണിയേട്ടന്റെ അവിടെ വട്ടത്താണിയിലൊക്കെ പോയാൽ ഞാൻ അവരൊക്കെ സ്വന്തമാണ്. മലപ്പുറം ജില്ലയിൽ മൊത്തം ഏറ്റവും നല്ല നടിയുള്ള സമ്മാനം കിട്ടിയ ശോഭന വള്ളിക്കുന്ന് എന്നുള്ള ക്ലബിന്റെ ഒരു വാർഷികം മലപ്പുറം ജില്ലയിൽ വെച്ച് നടന്നിട്ട് പെരിന്തിയായിരുന്നു നാടകം. ഫസ്റ്റ് തന്നെ അതിനാണ് എനിക്ക് സമ്മാനം കിട്ടിയത്, ഏറ്റവും നല്ല നടി എന്നുള്ള. അപ്പൊ പിന്നെ പേര് ശോഭ വള്ളിക്കുന്നായിട്ട് മാറി. ഞാൻ ശോഭന വള്ളിക്കുന്ന്, അവര് ശോഭന വള്ളിക്കുന്ന്. അപ്പൊ എന്റെ കത്തും എന്നെ കല്യാണത്തിന് ക്ഷണിക്കുന്ന കത്തും ഒക്കെ അങ്ങോട്ട് പോകും. അപ്പൊ നീലാണ്ടമാഷ് പറഞ്ഞു, മോളെ എന്റെ പേര് ശോഭ വള്ളിക്കുന്നാക്കി മാറ്റാൻ നമുക്ക്, ക്ലബ്ബ് ശോഭന വള്ളിക്കുന്ന് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ശോഭ വള്ളിക്കുന്ന് എന്നുള്ളതിലാണ് അത്രയും കാലങ്ങൾ. ഇപ്പോഴും ആളുകൾ അത് തന്നെയാ പറയാ, അറിയണപ്പെടുന്നത്. നല്ല അനുഭവങ്ങൾ. ഇപ്പം കോട്ടയ്ക്കൽ മുരളി മാഷ് ഒരു വീട്ടിൽ പോയിട്ടുള്ള ഒരു അനുഭവം ഞാൻ അന്നൊരു ദിവസം ആരോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് അമ്മ ഇല്ലാന്നാണ് എൻ്റെ മനസ്സിൽ. എത്ര അറിയില്ല, കുറെ അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു മുരളീന്റെ വീട്ടില്. അപ്പൊ ചായ കുടിക്കാതെ ഞാൻ പോരുകയാണ്. എനിക്ക് തിരക്കുണ്ട്, അവിടുന്ന് വേറെ 2 സ്ഥലത്തൊക്കെ പോകാണ്ടാവും. രാത്രി ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ അവിടുന്ന് രാവിലെ പോന്നിട്ട് വൈകുന്നേരം വരെ വേറെ സ്ഥലത്ത്, പിന്നെ ഉച്ച വരെ വേറെ സ്ഥലത്ത്, അങ്ങനെ റിഹേഴ്സലുകൾ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ആ അമ്മ, ഞാൻ ബസ്സിലേക്ക് അങ്ങോട്ട് പോയിട്ട് ആ ബസ് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടുത്തെ അവരച്ഛൻ പെങ്ങളോ അപ്പോഴോ ആരോ ഒക്കെ അറിയില്ല, അവര് ഒരു കുപ്പിയിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും പിന്നെ ഒരു കഷ്ണം പുട്ടൊക്കെ പൊതിഞ്ഞ് തന്നു ബസ്സിലേക്ക്. എന്റെ അമ്മ ചെയ്യണത് അവര് ചെയ്തു. അപ്പൊ നമുക്ക് അതൊക്കെ മറക്കാം, അത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മഴയൊക്കെ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ചെന്നിക്കുകയാണെങ്കിൽ അവിടെ ചെന്നാല് തല തോർത്തി തരും, ഡ്രസ്സ് മാറാൻ തരും. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട് എല്ലാവരുടെ വീട്ടിൽ നിന്നും. അങ്ങനെ എടുത്തു പറഞ്ഞാലല്ല, ആരെങ്കിലും ഇത് അറിഞ്ഞാൽ വിചാരിക്കും ശോഭ ഞങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിൽ എന്ന് പറയാം ഒരുപാട് അന്യ സംസ്ഥാനത്തൊക്കെ ഇങ്ങനെ ട്രൂപ്പിൽ പോയിക്കുന്നുണ്ട്. കലാതിപുണ, പിന്നെ വടകര വരദ, പിന്നെ ഇവിടെ എന്താണ് പൊന്നാനി TRC മാഷ് ഒരു എന്താണ് മറന്നുപോയി. ആദ്യമായിട്ട് ഞാൻ അവിടെ പോയത് TRC മാഷ സംവിധാനത്തിൽ ഒരു ട്രൂപ്പ് ഉണ്ട് അവിടെ. മറക്കാൻ പാടില്ലാത്തതാണ്. അത്രയും നല്ലതായിരുന്നു. മാഷ് ഇങ്ങനെ സ്വന്തം മോളെ പോലെ നന്നായി കൊണ്ടു നടന്നിരുന്നു. ശോഭ വള്ളിക്കുന്ന് ഇത്രയും കാലം അനുഭവിച്ച് നല്ല ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? നാടകത്തിന്റെ ഡയലോഗ് എല്ലാ നാടകങ്ങളും കഥാപാത്രങ്ങളായിരിക്കും, എന്നാലും ഒരു ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം. പതനം എന്നുള്ളൊരു നമ്പൂതിരിന്റെ നാടകമായിരുന്നു പതനം. പിന്നെ ഏതാണ് സഹാറ. അതിലൊരു 5 വയസ്സായ ഒരു കുട്ടിയായിട്ട് അഭിനയിക്കണം. നമ്മള് വലിയ പെണ്ണാണ്, 10-18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, 20 വയസ്സൊക്കെ ആയ ഒരു സമയത്താണ്. ഇത് 5 വയസ്സുള്ള ഒരു സുരേന്ദ്രേട്ടനാണ്, പരപ്പനങ്ങാടി സുരേന്ദ്രേട്ടന്റെ സംവിധാനത്തിൽ 2-3 സ്റ്റേജ് ചെയ്തിരിക്കുന്നതാണ് ആ നാടകം. അതൊരു ഭയങ്കര നല്ല കഥാപാത്ര, മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. എന്താ വെച്ചാൽ ഏട്ടൻ വരുമ്പോ, കൊച്ചേട്ടൻ വരുമ്പോ അമ്മാവന്റെ മകനാ സതീഷ് അന്ന് കൂടെ അഭിനയിച്ചിരുന്നത്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അയ്യോ കൊച്ചേട്ടൻ എന്താ ഇത്ര വൈകിയത്, കുഞ്ഞു ഒരു പെൺകുട്ടി ചോദിക്കുമ്പോലെ ചോദിക്കുന്നതാ, അങ്ങനെ ചോദിക്കുന്ന അത് ആ ഒരു കഥാപാത്രം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇപ്പൊ പെരിന്തി നല്ലൊരു കഥാപാത്രമാണ് അതില്. പുരുഷൻ കടലുണ്ടീന്റെ, അതാ ഞാൻ കോട്ടയ്ക്കൽ മുരളീന്റെ അവിടെ പോയി ആ നാടകം. അതിവിടെ മണ്ണൂര് വളവില്, കണ്ണൂര് രചനേന്റെ, പിന്നെ ഒലിപ്പുറത്ത് വേലായുധേട്ടൻ, അവിടെ 2-3 ക്ലബ്ബ് ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് നാടകങ്ങൾക്ക് പേരൊന്നും നിങ്ങൾ ചോദിച്ചാൽ പറയാനേ അറിയില്ല. എന്നുവെച്ചാൽ ബുക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അഭിനയിക്കുന്നുള്ള പേടിയുണ്ട് എൻ്റെ ബുക്ക് മുഴുവൻ നിറച്ച് ബുക്കുകൾ അമ്മ ആർക്കോ കൊടുത്തുപോയി. എന്നുവെച്ചാൽ നിർത്തി. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ രാജേട്ടൻ്റെ കൂടെ പോയപ്പോ പിന്നെ ആ ബുക്കേ പിന്നെ സൂക്ഷിച്ചോട് വെച്ചതാ, പിന്നെ ഞാൻ അങ്ങ് പോയതാ. ശോഭ വള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി. ആ സമയത്ത് കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കലാരംഗത്ത് അഭിനയിക്കുന്നവർ നമുക്ക് താല്പര്യം തന്നെയാ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ ഞാൻ മെമ്പറായി. അരിയല്ലൂരാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ ഞാൻ മെമ്പറായി. നല്ല സഹായമായിരുന്നു കേട്ടാ. രാഷ്ട്രീയത്തിന്റെ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല, എല്ലാവരും സഹായിച്ചു എന്ന് പറയാം. അങ്ങനെ ഇപ്പൊ എന്താ വെച്ചാൽ അവിടെയൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ കൂടെ നിന്നിട്ട് ആ വാർഡിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് 17-ാം വാർഡിൽ നിന്ന് ഞാൻ പോകുന്നതിന് ശേഷം പിന്നെ ഞാൻ
പിന്നെ തറവാട്ടിൽ ഇവിടേക്ക് വന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ ഇരുന്നു ഞാൻ. പിന്നെ ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു പ്രാവശ്യം മത്സരിച്ചു 11ാം വാർഡിൽ. അപ്പൊ ഞാൻ തോറ്റു. നമ്മൾ കലാരംഗത്തേക്കാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അന്നേ കലാരംഗത്തേക്ക് പോയി പിന്നെ രാഷ്ട്രീയത്തിന്റെ യാതൊരു ഇതുമില്ല. പിന്നെ അത് പ്രസിഡന്റ് ആവാന്നൊക്കെ ഒരു നിയോഗമാണ്. അങ്ങനെ 6ാം വാർഡിൽ മത്സരിച്ച് വിജയിച്ചു, പ്രസിഡന്റായി. പക്ഷെ ആ സമയത്ത് കലാരംഗത്ത് നിന്നിരുന്ന കുറെ ആൾക്കാർ എന്നെ കാണാൻ വന്നിരുന്നു. എനിക്ക് ഓർമ്മ ഇല്ലാതെ മനസ്സിൽ ഞങ്ങൾ പേരൊക്കെ പറഞ്ഞു, ശോഭ ഞങ്ങളെ കൂടെ അഭിനയിച്ചതാണ്, പ്രസിഡന്റ് ആയെന്ന് കേട്ടപ്പോൾ കാണണം എന്നുള്ളൊരു മോഹം തോന്നിയിട്ട് വന്നതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ട് പിന്നെ നമ്മൾ ഈ ഉദ്ഘാടനത്തിനൊക്കെ ഓരോ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുക എന്നല്ലാതെ അന്ന് കലാരംഗത്തേക്ക് പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. ആ ഒരു ഇതില് അങ്ങനെ നമ്മൾ അഭിനയിക്കണം എന്നുള്ള ആ ഒരു അങ്ങനെ ഉണ്ടായിട്ടില്ല. ശോഭയ്ക്ക് പുതിയ തലമുറയോട്, കലാകാരന്മാരുടെ തലമുറയോട് എന്താ പറയാ? പുതിയ തലമുറ പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ പറയും കാലം മാറി, കാലമൊന്നും മാറിയിട്ടില്ല. കാലം ഇതൊക്കെ തന്നെയാണ്. ഈ കാലം തന്നെ പണ്ടും ഉണ്ടായിരുന്നത്. കാലത്തിന് മാറ്റങ്ങളില്ല, മനുഷ്യനുള്ള മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അതിൽ നമ്മൾ ഇപ്പൊ പെൺകുട്ടികൾക്ക് പറയാനുള്ള പെൺകുട്ടികൾ നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് തന്നെ പറ്റുള്ളൂ. അതാണത്. അപ്പൊ നമ്മൾ എവിടെ പോയാലും ഒരു 10 ആളുണ്ടെങ്കിൽ ഒരാളെങ്കിലും നല്ലതുണ്ടാവും. അങ്ങനെ ഉണ്ടാവും നമുക്ക്. അപ്പൊ കുറച്ച് ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനുള്ള ആൾക്കാർ കലാരംഗത്ത് പ്രവർത്തിക്കാൻ അതാ പറയുന്നത്. ഒരു കുടുംബത്തിലേയും കയറി നമ്മൾ അങ്ങോട്ട് ആ വീട്ടുകാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക, അപ്പം ഒരു കുടുംബത്തിനെ നശിപ്പിക്കാനോ അതൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം. എന്താ വെച്ചാൽ കുട്ടികളോടൊക്കെ പറയാനും അതാണ്, നമ്മളൊരു ജീവിതം തിരഞ്ഞെടുക്കാറുണ്ട്, ഒരൊറ്റ ജീവിതമായിരിക്കണം. ഈ കലാരംഗത്തൊക്കെ നിന്നിട്ട് ഒരുപാട് വളർന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ ജീവിതം കുറെ കഴിയുമ്പോൾ ഒന്നല്ലാണ്ടായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും കുട്ടികൾ പോവുകയേ ചെയ്യരുത്. ഇപ്പൊ കലാരംഗത്ത് ഡാൻസ് ആയാലും പാട്ടായാലും ഒരുപാട് മാധ്യമങ്ങളിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വഴി തെറ്റി പോകാതിരിക്കണമെങ്കിൽ ആദ്യ രക്ഷിതാക്കൾ, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പിന്നിൽ തന്നെ, എൻ്റെ അമ്മ പുറത്തേക്ക് അങ്ങനെ പോവാത്ത ആളായതുകൊണ്ട് എൻ്റെ കൂടെ വന്നിട്ടില്ല. അധികം ആളുകളെ പെൺകുട്ടികളെ അമ്മമാരാണ് റിഹേഴ്സൽ ക്യാമ്പിലുണ്ടാവുക. പക്ഷെ എൻ്റെ അമ്മ അങ്ങനെ പുറത്തിറങ്ങി ശീലിക്കാത്ത ഒരാളായതുകൊണ്ട് എൻ്റെ അച്ഛനായിരുന്നു ഫസ്റ്റിൽ എൻ്റെ കൂടെ. പിന്നെ എൻ്റെ ഏട്ടന്മാര്, എൻ്റെ ആങ്ങളമാര്, അങ്ങനെയുള്ള പിന്നെ എൻ്റെ ഏട്ടൻ്റെ സേതന്മാര് വരെ വിശ്വസിച്ച് പോവായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഉള്ള കുട്ടികൾ എൻ്റെ കൂടെ വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പൊ ഇത് കേൾക്കുന്നവർക്കൊക്കെ അറിയാം ശോഭ എന്തായിരുന്നു. അപ്പൊ എനിക്ക് പുതിയ കുട്ടികളോട് പറയാനുള്ള അതാണ്, നമ്മളെ വിശ്വസിച്ച് നമ്മൾ എവിടെ ഇറങ്ങിയാലും നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മളെ മനസ്സ് ചാഞ്ചാടി പോവാൻ മാത്രം മതി. ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്കൊന്നും പോവാതെ നല്ല ആളുകളുമായിട്ട് ഇടപഴകി, എല്ലാവരും നല്ലതാട്ടാ, ആരും ചീത്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചീത്ത ആളുകളും ഉണ്ടാവും എന്ന് പറയണം. അപ്പൊ അങ്ങനത്തെ കൂട്ടുകെട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഈ കലാരംഗത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. താങ്ക് യു.